നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ, നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ, ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ, വരാതെ വന്നോരൻ ദേവി. ഹായ്, നമസ്കാരം. ഞാനേ പാട്ട് പാടാൻ വന്നതല്ല. അപ്പോൾ എന്താണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്നുള്ളത് ഞാൻ പറയാം. ഈ മൊബൈൽ കാണിക്കാനല്ല. ഇത് കണ്ടോ, ഈ ഒരു ട്രൈപോഡ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ട്രൈപോഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കയ്യിൽ ഒതുങ്ങിയ ടൈപ്പാണ്. ഇതൊരല്പം സൈസ് ഒരല്പം വലുതാണ്. പക്ഷേ ഇതിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. അതായത് നമ്മളെല്ലാവരും എന്താ പറയുക, സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഫേസ്ബുക്കിലായാലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതിൽ നമ്മൾ റീലിടുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പം ഈ ഒരു ട്രൈപോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ട്രൈപോഡാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ വീഡിയോ എടുക്കാനും വേണ്ടി നമുക്കൊരാൾ വേണം, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വേണം. പക്ഷേ അത് വേണ്ട. അതായത് നമുക്കിപ്പോൾ കൊണ്ട് നടന്ന് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തമായ രീതിയിൽ ഇങ്ങനെ വീഡിയോ എടുക്കാം. അറിയാമല്ലോ, സാധാരണ ട്രൈപോഡ് എല്ലാവരും അങ്ങനെ ഉപയോഗിക്കുന്നത്. അത് കൂടാതെ എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇതൊരു ഇത്രയും ലെങ്തിന് വരെ നമുക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ട്രൈപോഡ് നമുക്ക് യൂസബിളാണ്. മനസ്സിലായി പറഞ്ഞു. അപ്പോൾ അത് ഏത് രീതി സെൽഫി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ പാട്ട് പാടിയ പോലെ തന്നെ അത്തരത്തിലുള്ള പാട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസംഗങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക റീൽസുകളൊക്കെ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാനുള്ള ഒരു വലിയ ഒരു അഡ്വാൻറ്റേജ് തരുന്ന ഒരു സാധനമാണിത്. ഇത് ഏത് കമ്പനിയുടെയാണെന്ന് ചോദിച്ചാൽ യു ഗ്രീൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. ഇതിൻ്റെ ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇട്ടേക്കാം, കയറി കണ്ടു നോക്കുക. അതുപോലെ ബ്ലൂടൂത്ത് കണക്ഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് പെയർ ചെയ്തുകൊണ്ട് നമ്മുടെ മൊബൈലിൽ നമുക്കിതെല്ലാം സ്വിച്ച് കാര്യങ്ങൾ എടുക്കാം. ഞാനിതിൻ്റെ ക്ലിപ്പ് എന്തായാലും ഊരി കഴിഞ്ഞാൽ ഈ പറഞ്ഞതിൻ്റെ കൂട്ടി ഇനിയിപ്പോൾ അത് ബാറ്ററിയൊക്കെ എന്താ പറയുക ഇനിയിപ്പോൾ വർക്കിംഗ് ആവും. അപ്പോൾ തൽക്കാലം ഇത് നാട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. തന്നല്ല, ഇതിൻ്റെ നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയാണ് ഞാൻ നോക്കിയത്. കണ്ടോ, നല്ല അടിപൊളി ബിൽഡ് ക്വാളിറ്റിയാണ് കേട്ടോ. നല്ല എന്താ പറയുന്നത് ഒരു ഫിനിഷൊക്കെ നല്ല. സാധാരണ നമ്മളൊരു ട്രൈപോഡൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻ്റർനെറ്റിലല്ല ആമസോണിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ കാണുന്നതൊക്കെ ഭയങ്കര എന്താ പറയുന്നത് ഹൈ ഗ്രേഡായിട്ടുള്ള ഫോട്ടോസുകളായിരിക്കും നമുക്ക് കാണുന്നത്. പക്ഷേ സാധനം നമ്മുടെ കൈ വരുമ്പോഴത്തേക്ക് അത്രയൊരു പെർഫെക്ഷൻ നമുക്ക് തോന്നാറില്ല. പക്ഷേ എനിക്കെന്തായാലും ഇത് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ഇത് നോക്കിയോ. പിന്നെ അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ചെയ്യുന്നതിന് വേണ്ടി ഇതിങ്ങനെ തിരിക്കാം. മൊബൈൽ നമുക്കിവിടെ പിടിപ്പിക്കാം, കുഴപ്പമില്ല. അതുപോലെ തന്നെ ഏറ്റവും ഇതുണ്ട്, ഇത് ഫോൾഡ് ചെയ്ത് പോകാൻ ഏറ്റവും നല്ലതാണ്. ഇത് ഇങ്ങനെ തന്നെ ആ ലൊക്കേഷൻ അങ്ങ് ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നീളമേ ഉള്ളൂ. കണ്ടോ, എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഒരു 10-12 ഇഞ്ച് 13 ഇഞ്ചോളം ഹൈറ്റ് കാണും. ടോട്ടൽ ഞാൻ പറഞ്ഞില്ല, ഒരു 5 അടി. എൻ്റെ പൊക്കം എന്ന് പറയുന്നത് ഏതാണ്ട് 5 അടി 5 ഇഞ്ചാണ് എൻ്റെ പൊക്കം എന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു 5 അടി പൊക്കം അല്ലെങ്കിൽ 5.25 അടി പൊക്കം എന്നൊക്കെ കൂട്ടിക്കും, അത്രയും പൊക്കമുണ്ട്. എന്താ പറയുന്നത്, ഈ ഒരു സാധനം വളരെ വർത്താണ്. താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ വീഡിയോയുടെ താഴെ ഇട്ടേക്കാം, ആവശ്യമുള്ളവർ വാങ്ങിക്കാം. ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ ഈ സാധനം. ഇത് കൊള്ളാം, എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. സാധാരണ നമ്മൾ ട്രൈപോഡിനകത്ത് വീഡിയോ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഇത് ഇങ്ങനെ അനങ്ങാറുണ്ട്. പക്ഷേ ഇത് കുറച്ചൊരു നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ലൊരു സ്റ്റെബിലിറ്റി ഉള്ളതാണ് കണ്ടോ. നല്ല ഒരു സ്ട്രോങ് ഉണ്ട്, എന്നാൽ ലൈറ്റ് വെയിറ്റാണ്. ഇത് കൊള്ളാം, അത്യാവശ്യം നമുക്ക് ഉപയോഗം കഴിഞ്ഞിട്ട് ഇങ്ങനെ മടക്കിക്കൊണ്ട് നടക്കാം. അതുപോലെ തന്നെ യു ഗ്രീൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. ഇതാണ് സംഭവം. ഇതിനകത്ത് ഇനിയും വേറെ മറ്റു കാര്യങ്ങളൊന്നും കാണുന്നില്ല, എങ്കിലും ഒരു ചെറിയ ക്ലിപ്പ് കൂടെ ഉണ്ട്. ആ ക്ലിപ്പ് എന്താണെന്നൂടെ ഞാൻ കാണിച്ചു തരാം. പിന്നെ മാനുവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് തൽക്കാലം താത്തു വെക്കാം. ഈ ക്ലിപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു മുകളിലത്തെ ഈ ഒരു സാധനം ഇത് നമുക്ക് അഴിക്കാം. ഇത് നമുക്ക് അഴിച്ച് മാറ്റിയിട്ട് ഈ സെയിം ക്ലിപ്പ് തന്നെ നമുക്കിതിനകത്ത് കയറ്റി ഇട്ടതിന് ശേഷം ഇത് ടൈറ്റ് ചെയ്യാതെ ഇത് ഊരി മാറ്റാം. ഊരി മാറ്റി കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് നമുക്ക് ക്യാമറ അതുപോലെ ഗോപ്രോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫിറ്റ് ചെയ്തുകൊണ്ട് തന്നെ അപ്പോൾ എന്തും നമുക്കിത് യൂസ് ചെയ്യാം. സാധാരണ ഇത് വാങ്ങിച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് മൊബൈൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ മൊബൈൽ യൂസ് ചെയ്യാം, ഗോപ്രോ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ക്യാമറയും യൂസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സൂപ്പർ
സാധനമെന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു സാധനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ, ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഹായ്.